ആരാധനയുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. സർവശക്തനായ ദൈവമേ, എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവയായുള്ളവേ, ആഗ്രഹിക്കുന്ന സകലരുടെ മേലും കൃപയുടെ ആത്മാവ് പകരുന്ന ദൈവവിശ്വാസത്തിൻ്റെ സ്ഥിരതയും ജ്വലിക്കുന്ന സ്നേഹവും ഉള്ളവരായി ആത്മാവിലും സത്യത്തിലും അങ്ങയെ ആരാധിക്കേണ്ടതിന് ഹൃദയത്തിൻ്റെ മന്ദതയിൽ നിന്നും മനസ്സിൻ്റെ ചാഞ്ചല്യത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്ക് മൂന്നാമത്തെ പാട്ട് പാടി ആരംഭിക്കാം. മൂന്നാമത്തെ പാട്ട്. സർവലോകാധിപ നമസ്കാരം, സകല സൃഷ്ടികർത്താ നമസ്കാരം, ധരകടൽ ജീവൻ മാനവും സൃഷ്ടിച്ച ദയപരപിതാവേ നമസ്കാരം, ധരകടൽ ജീവൻ മാനവും സൃഷ്ടിച്ച ദയപരപിതാവേ നമസ്കാരം, തിരുവവതാരം നമസ്കാരം, ജഗതി രക്ഷിതാവേ നമസ്കാരം, ധര തന്നിൽ മനുഷ്യർ ജീവനെ വരിപ്പാൻ താരു തന്നിൽ മരിച്ചോർ നമസ്കാരം, ധര തന്നിൽ മനുഷ്യർ ജീവനെ വരിപ്പാൻ താരു തന്നിൽ മരിച്ചോർ നമസ്കാരം, പരിശുദ്ധാത്മാ നമസ്കാരം, പരമസൽഗുരുവേ നമസ്കാരം, ആരൂപിയായ അടിയങ്ങൾ അകത്തിൽ വസിക്കും ദിവ്യരക്ഷിതാവേ നമസ്കാരം, ആരൂപിയായ അടിയങ്ങൾ അകത്തിൽ വസിക്കും ദിവ്യരക്ഷിതാവേ നമസ്കാരം, ത്രിത്തൊഴിലുള്ളോ നമസ്കാരം, ത്രിയേകനാഥ നമസ്കാരം, കർത്താധികർത്ത കാരുണ്യക്കടലെ പ്രപഞ്ചത്തിൻ പിതാവേ നമസ്കാരം, കർത്താധികർത്ത കാരുണ്യക്കടലെ പ്രപഞ്ചത്തിൻ പിതാവേ നമസ്കാരം. സ്തുതിലിത്താനികൾ മൂന്നാം പുറം ഒന്നാം ഭാഗം. സ്തുതിലിത്താനികൾ മൂന്നാം പുറം ഒന്നാം ഭാഗം. ദൈവമേ, സിയോനിൽ സ്തുതി അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, സകല ജഡവും അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. അവിടുത്തെ എന്നേക്കുമുള്ളത്, അവിടുത്തെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു, നാമോ അവിടുന്ന് നയിക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആടുകളും തന്നെ. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവും ഉണ്ട്. ഞങ്ങൾ ദൈവത്തോട് മത്സരിച്ചു. അവിടുന്ന് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ട് അനുസരിച്ചില്ല. ദൈവത്തിന്റെ അരണ്യങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു മുറുകിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുകയില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവിടത്തോട്, അപ്പ ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. നമുക്ക് തുടർന്ന് പ്രാർത്ഥനയ്ക്ക്
അനുതാപ പ്രാർത്ഥന 9-ാം പുറം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. 9-ാം പുറത്തിൽ കാണുന്ന അനുതാപ പ്രാർത്ഥന. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപമേൽക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളോടെ അങ്ങേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ വിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങയെ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. പൊതുവിലുള്ള സ്തോത്രം 14-ാം പുറം. പൊതുവിലുള്ള സ്തോത്രം 14-ാം പുറം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങനെയുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചു കൂടാത്ത സ്നേഹത്തിനായും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാ വഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിനും ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിന് അങ്ങനെ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതിപ്പെടേണ്ടതിന് അവിടുത്തെ സകല കരുണകളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. ദൈവനാമ മഹത്വത്തിന് സ്തുതിക്കുമായി 410-ാമത്തെ പാട്ട് നമുക്ക് പാടാം. 410-ാമത്തെ പാട്ട്. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയെനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയെനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങും തൻ തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങും തൻ തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയെനിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്മേൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്മേൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയെനിക്കിമ്പനാമം. ഭൂതബാധിതർക്കും ന്യായവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ഭൂതബാധിതർക്കും ജ്ഞാനവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം.
കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതൽ നൽകും നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതൽ നൽകും നാമം. ശ്രീയേശുനാമം അതിശയനാമം, കേഴേനിക്കുംബനാമം. പാപപരിഹാരം പാതകർക്കു നൽകാൻ പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരം പാതകർക്കു നൽകാൻ പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, കേഴേനിക്കുംബനാമം. ഇപ്പോൾ സങ്കീർത്തനങ്ങളും തുടർന്ന് വേദഭാഗമായി ഉണ്ടായിരിക്കും. സങ്കീർത്തനങ്ങൾ 25. എല്ലാവരും ചേർന്ന്. യഹോവേ, നിങ്കലേക്ക് ഞാൻ മനസ്സ് ഉയർത്തുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം ഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. യഹോവേ, നിന്റെ കരുണയും ദയയും ഓർക്കണമേ. അവ പണ്ടുപണ്ടേയുള്ളവയല്ലോ. എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു. അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. യഹോവേ, എന്റെ അകൃത്യം വലിയത്. നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. യഹോവ ഭക്തനായ പുരുഷൻ ആർ? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും. അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. എന്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു. അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു. എനിക്ക് മാനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. എന്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ. എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. എന്റെ ശത്രുക്കളെ നോക്കണമേ. അവർ പെരുകിയിരിക്കുന്നു. അവർ കഠിന ദോഷത്തോടെ എന്നെ ദ്വേഷിക്കുന്നു. എന്റെ പ്രാണനെ കാത്ത് എന്നെ വിളിക്കണമേ. നിന്നെ ശരണമാക്കിയിരിക്കുന്നതിനാൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ. നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നുവല്ലോ. ദൈവമേ, ഇസ്രായേലിനെ അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമെങ്കിലും ഇപ്പോഴും പ്രകാരം തന്നെ. ആമേൻ. വായനയ്ക്കായി നൽകിയിട്ടുള്ള പഴയ നിയമ വേദഭാഗം ഉൽപ്പത്തി 8 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 8 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്ത് ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു. വെള്ളം നിലച്ചു. ആഴിയുടെ ഉറവകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു. ആകാശത്ത് നിന്നുള്ള മഴയും നിന്നു. വെള്ളം ഇടപെടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു.
10-ാം മാസം വരെ വെള്ളം ഇടപെടാതെ കുറഞ്ഞു. 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി. 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിന് ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. അവൻ ഒരു മലങ്കാക്കെ പുറത്തുവിട്ടു. അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റി പോയതുവരെ പോയി വന്നുകൊണ്ടിരുന്നു. ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവോ എന്ന് അറിയേണ്ടതിന് അവൻ ഒരു പ്രാവിനെയും തൻ്റെ അടുക്കൽ നിന്ന് പുറത്തുവിട്ടു. എന്നാൽ സർവ്വഭൂമിയിലും വെള്ളം കിടക്കൊണ്ട് പ്രാവ് കാൽവെപ്പാൻ സ്ഥലം കാണാതെ അവൻ്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു തൻ്റെ അടുക്കൽ പെട്ടകത്തിലാക്കി. 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തുവിട്ടു. പ്രാവ് വൈകുന്നേരത്ത് അവൻ്റെ അടുക്കൽ വന്നു. അതിൻ്റെ വായിൽ അതാ ഒരു പച്ച ഒലിവില. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു. പിന്നെയും 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ പുറത്തുവിട്ടു. അത് പിന്നെ അവൻ്റെ അടുക്കൽ മടങ്ങി വന്നില്ല. 601-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. നോഹ പെട്ടകത്തിൻ്റെ മേൽത്തട്ട് നീക്കി ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു. 2-ാം മാസം 27-ാം തീയതി ഭൂമി ഉണങ്ങിയിരുന്നു. വായിച്ചു കേട്ട ദൈവജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന പുതിയ നിയമ വേദഭാഗം കൊലോസ്യർ 3:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കൊലോസ്യർ 3:1 മുതൽ 11 വരെ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവ ഒക്കെയും വിട്ടുകളവിൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല. ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. ഇവിടെ വായിച്ചു കേട്ട തിരുവചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വായനയ്ക്കുള്ള സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദമസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദമസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും
അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ സുവിശേഷ ഭാഗം അവസാനിച്ചു. ക്രിസ്തു ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയത്ത് 22-ാം പുറത്ത് കാണുന്ന സ്നേഹവചനങ്ങൾ 22-ാം പുറത്ത് കാണുന്ന സ്നേഹവചനങ്ങൾ നമുക്ക് ചൊല്ലാം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. സ്നേഹവാനായ കർത്താവേ, സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ വസിക്കാൻ ഞങ്ങൾക്ക് കൃപ പകരണമേ. ആമേൻ. തുടർന്ന് 22-ാം പുറത്തിൽ തന്നെ കാണുന്ന അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുപറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് മുട്ടുകളെ അടക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം 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 ചെയ്യുന്നതാ ദൈവമേ. കർത്താവ് ഈ പകൽക്കാലത്ത് കർത്താവ് വിശുദ്ധ ദിവസത്തിൽ കർത്താവ് പരിശുദ്ധ ആരാധനയെ ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് ചേരുവാൻ തന്ന വിലയേറിയ ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നതാ കർത്താവ്. വീണ്ടും ഒരാഴ്ചക്കാലം കർത്താവ് ഞങ്ങളെ പരിപാലിച്ചതിനായി സ്തോത്രം കർത്താവ്. കർത്താവ് വീണ്ടും ഞങ്ങൾ അത്താഴ്ച മടങ്ങി വരുവോളം കർത്താവ് ഞങ്ങളുടെ കൃപ ഞങ്ങളുടെ കൂടെ നിൽക്കണമേ കർത്താവ്. യേശുപ്പാൻ ഞങ്ങളുടെ കൂടെയുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാദാ, പലവിധമായ പ്രതിസന്ധികളാൽ ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട് കർത്താവ്. രോഗങ്ങളുടെ ഭാരത്താൽ കർത്താവ് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് കർത്താവ്. അവരെല്ലാം അവിടുന്ന് സൗഖ്യം നൽകണമേ കർത്താവ്. യേശുപ്പാൻ ദൈവമേ, കർത്താവ് ദേവാലയത്തിൽ ആരാധിക്കുവാൻ കഴിയാതെ മാനസികമായ പ്രയാസത്താൽ ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്. അവരെല്ലാം അവിടുന്ന് ആത്മീയമായി ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ കർത്താവ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവ്. ദൈവമേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കൃഷ്ണകേരള മഹാടവയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓരോ സഭകളിലും കർത്താവ് ദൈവമേ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ കർത്താവ്. പരിശുദ്ധാത്മാവിൻ്റെ കർത്താവ് സാന്നിധ്യം എല്ലാ സഭകളിലും ഉണ്ടാകണമേ കർത്താവ്. ദൈവമേ, അവിടുന്ന് കർത്താവ് സുവിശേഷത്തിന് വേണ്ടി കർത്താവ് സത്യസുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഓരോ പുരോഹിതന്മാരിലും ജനങ്ങളിലും കർത്താവ് അങ്ങയുടെ സത്യത്തിൻ്റെ ആത്മാവിനെ പകരണമേ കർത്താവ്. നശിപ്പിക്കപ്പെട്ട ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് കർത്താവ് ദേവാലയം പണിയുവാൻ കൃപ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ്. ദൈവമേ, പാതിരാത്രി ജയസീതി കൊണ്ട് നശിപ്പിച്ചവരുടെ വാഗ്ദാനം ഞങ്ങൾ വന്നാൽ, ഞങ്ങൾ അധികാരത്തിൽ വീണ്ടും വന്നാൽ കർത്താവെ MM ചർച്ചിനെ അവർ കത്തീഡ്രലാക്കും എന്നാണ് വാഗ്ദാനം ചെയ്യുന്നത് കർത്താവെ. മറ്റൊരു വിഭാഗം പറയുന്നു, ഞങ്ങൾ വന്നാൽ ഈ കോമ്പൗണ്ടിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനൊരു സ്ഥലം തരാം. മറ്റൊരു വിഭാഗം പറയുന്നു, നശിപ്പിക്കപ്പെട്ട അതേ സ്ഥലത്ത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പുതിയ കത്തീഡ്രൽ പണിയുമെന്ന്. കർത്താവെ, മനുഷ്യൻ്റെ വാഗ്ദാനങ്ങളല്ല ഞങ്ങൾക്ക് വേണ്ടത്. സ്വർഗീയനാഥ, അങ്ങയുടെ ഹിതം നിറവേറണം. ദക്ഷിണകേരള മഹായിടവകയിൽ അങ്ങയുടെ ഹിതം നിറവേറണം. അങ്ങയുടെ ശ്രേഷ്ഠ മഹാപുരോഹിതന്മാരാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തുടക്കം കുറിച്ച പ്രൗഢഗംഭീരമായ കത്തീഡ്രൽ വെച്ച് പണിയുവാൻ കർത്താവെ അങ്ങയുടെ ഹിതമുള്ളൊരു നേതൃത്വത്തെ, ദൈവകൃപയുള്ളൊരു നേതൃത്വത്തെ, ഈ ദൈവജനത്തെ കർത്താവെ നിത്യജീവന് വേണ്ടി നയിക്കുവാൻ കഴിവുള്ളൊരു നേതൃത്വത്തെ നൽകണമേ അപ്പ. മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പല്ല, അങ്ങയുടെ തിരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാകണമേ അപ്പ.
കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ അപ്പ. ഞങ്ങൾ ആത്മീയമായി ബലപ്പെടുവാൻ അനുഗ്രഹിക്കണമേ അപ്പ. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് കർത്താവെ ഈ വിധത്തിലെങ്കിലും പ്രാർത്ഥിക്കുവാൻ തന്ന വിലയേറിയ ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങളെ കൊച്ചുമക്കളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ ആത്മീയതയിൽ തന്നെ വളർന്നു വരുവാൻ, യേശുക്രിസ്തുവിൽ കർത്താവെ അടിസ്ഥാനം വിട്ട് വളർന്നു വരുവാൻ അവിടെ എല്ലാം അനുഗ്രഹിക്കണമേ കർത്താവെ. യുവാക്കളെ എല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവമേ കർത്താവെ, സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു മഹാപ്രസ്ഥാനമായി വീണ്ടും 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 വളർന്നു വരുവാൻ കൃഷ്ണയുള്ള മഹാരാജ അനുഗ്രഹിക്കണമേ കർത്താവെ. ദൂര സ്ഥലങ്ങളിൽ കർത്താവെ കൃഷ്ണവേല ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാഹചര്യങ്ങളെല്ലാം അവിടെ നിന്ന് അനുകൂലമാക്കി കൊടുക്കണമേ കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ, പ്രവൃത്തിയുള്ള വിശ്വാസം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സുവിശേഷ വേല ചെയ്യുന്നവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം പ്രേരിതാവെ. വീണ്ടും വേഗം വരുന്ന ഉയർത്തുന്നേറ്റാശ്രയനായ യേശുക്രിസ്തുവിന്റെ തന്നെയുള്ള നാമം തന്നെ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, രാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ക്ഷമിച്ചിരിക്കുന്ന ഞങ്ങളുടെ പാവകടങ്ങൾ ക്ഷമിക്കുക. ഞങ്ങളുടെ പരീക്ഷ കർത്താവ് സർവ്വശക്തിന് വിളിക്കണം. രാജ്യം, ശക്തിയും മഹത്വം എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. നമുക്ക് ദൈവവചന കേൾവിക്ക് മുമ്പായിട്ട് 289 പാട്ട് ഒരുമിച്ച് പാടാം. 289 പാട്ട്, വീണ്ടും പാടിക്കൊണ്ടാടുവിൻ യേശുവിൻ വാക്യങ്ങൾ എന്ന പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. വീണ്ടും പാടിക്കൊണ്ടാടുവിൻ യേശുവിൻ വാക്യങ്ങൾ, സാരം തോന്നുവാൻ പാടുവിൻ അത്ഭുതവാക്യങ്ങൾ. ജീവൻ നൽകും വാക്യം, നൽവിശ്വാസയോഗ്യം. മാനസമേ അത്ഭുതമേ സ്നേഹസമ്പൂർണമേ. മാനസമേ അത്ഭുതമേ സ്നേഹസമ്പൂർണമേ. മനുഷ്യർക്കുയർ നൽകുമേ യേശുവിൻ വാക്യങ്ങൾ. പാപിയെ വിളിച്ചിടുന്നേ അത്ഭുതവാക്യങ്ങൾ. ആത്മത്രാണം ദാനം, സ്വർഗഭാഗ്യം ദാനം. മാനസമേ അത്ഭുതമേ സ്നേഹസമ്പൂർണമേ. മാനസമേ അത്ഭുതമേ സ്നേഹസമ്പൂർണമേ. പാരങ്ങും മുഴങ്ങിയിടുന്നേ യേശുവിൻ വാക്യങ്ങൾ. പാപമോചനം നൽകുന്നേ അത്ഭുതവാക്യങ്ങൾ. യേശുനാഥ എന്നെ മോചിക്കണം എന്നെ. മാനസമേ അത്ഭുതമേ സ്നേഹസമ്പൂർണമേ. മാനസമേ അത്ഭുതമേ സ്നേഹസമ്പൂർണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനായ ഞങ്ങളുടെ പിതാവേ, ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു പ്രഭാതത്തിന് വേണ്ടിയും അടയങ്ങൾക്ക് കൂടാൻ കഴിഞ്ഞ പ്രഭാത ആരാധനയ്ക്ക് വേണ്ടി അടയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, ശാരീരികമായി പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അങ്ങയുടെ മക്കൾ അങ്ങ് അറിയുന്നുവല്ലോ. ദൈവമേ, അവരുടെ ബുദ്ധിമുട്ടുകളിൽ, ദൈവമേ, അവരുടെ രോഗങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം കൂടി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ എല്ലാ നന്മകളും അനുഭവിക്കുന്നതിനും ദൈവമേ, അങ്ങയെക്കുറിച്ച് പാടി സ്തുതിക്കുന്നതിനും അടിയങ്ങൾക്ക് തുടർന്നും ഭാഗ്യത്തെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്കൊരു ആലയം ആവശ്യമാണ്. ദൈവമേ, അതിനുവേണ്ടി വിശ്വാസികളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി മഹായിടവക ഭരണത്തിൽ വരുന്നവരെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുന്നതിന് അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വചനം ചിന്തിക്കുന്നതിന് അടിയങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവമേ, അങ്ങയുടെ വചനത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവടിയങ്ങൾക്കില്ലെങ്കിലും ദൈവമേ, അതിന് വേണ്ടുന്ന ശക്തി അടിയങ്ങൾക്ക് തന്ന് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനങ്ങൾ അടിയങ്ങൾക്ക് 30, 60, 100 മേനിയായി വിളയുന്നതിന് ഞങ്ങൾക്ക് ചെയ്യണമേ. ലോകമെമ്പാടും നടക്കുന്ന സഭകളിലെ ആരാധനകളെല്ലാം അങ്ങയുടെ സാന്നിധ്യം പകരണമേ. യാചയിലധികം നന്മകളാൽ നിറയ്ക്കണം പരമിതാവേ. ആമേൻ. ഇന്ന് മഹായിടവയായിട്ട് നമുക്ക് നൽകിയിട്ടുള്ള ചിന്തയ്ക്കുള്ള ഭാഗമെന്ന് പറയുന്നത് സ്നാനം, ഉയരത്തിൽ നിന്നുള്ള ജനനം എന്നതാണ്. സ്നാനം, ഉയരത്തിൽ നിന്നുള്ള ജനനം. സ്നാനത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും സ്നാനപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ സ്നാനത്തിനെ
ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് വളരെ അർത്ഥവത്തായിട്ട് നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് ആധാരമായിട്ട് എടുത്തിട്ടുള്ള വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇവിടെ വലിയൊരു പണ്ഡിതനും ഒരു വേദശാസ്ത്രജ്ഞനും ഒക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു പരീശൻ, വലിയൊരു ഗുരുവാണ്, വലിയൊരു പണ്ഡിതനാണ്. പക്ഷെ പരീശന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്കൊരു പ്രത്യേകതയുണ്ട്. വേദപുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, അവർ കപടഭക്തിക്കാർ ആണ് എന്നുള്ളതാണ്. കപടഭക്തിക്കാർ, ഭക്തിയുടെ വേഷം മാത്രമേ അവർ ധരിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ കപടഭക്തിക്കാരിൽ ഒരു പ്രമാണിയാണ് വന്നിട്ടുള്ളത് നിക്കോദമസ്. നന്നായിട്ട് അറിവുള്ള ആൾ, നല്ല സംസാര ശേഷിയുള്ള ആൾ. അപ്പോൾ യേശുക്രിസ്തുവിനെ ഒന്ന് ചോദ്യം ചെയ്ത് സംസാരത്തിൽ തോൽപ്പിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനാണ് വലിയവൻ, യേശുവിനേക്കാൾ അറിവുള്ളവൻ എന്നുള്ളൊരു ബോധ്യം യേശുവിനും കൂടെ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കാം വന്നത്. പക്ഷേ അത് തിരഞ്ഞെടുത്ത സമയം പ്രത്യേകം ശ്രദ്ധേയമാണ്. പകലല്ല വന്നത്, രാവിലെ വരാൻ തയ്യാറായില്ല, പകൽ വരാൻ തയ്യാറായില്ല, രാത്രിയിൽ. എന്തിനാണ് രാത്രിയിൽ ഒളിച്ച് നടക്കുന്നത്? വേദോസ്തത്തിൽ തന്നെ പറയുന്നു, കള്ളന്മാർ രാത്രിയിൽ നടക്കുന്നു, സഞ്ചരിക്കുന്നു, വിഹരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ രാത്രിയിൽ നടക്കുന്ന മനുഷ്യനെ പോലെ തന്നെ ഒരു കള്ളനെ പോലെ ഒളിച്ചും പതുങ്ങി മറ്റാരും കാണരുതെന്ന് പറഞ്ഞ് തലയിൽ മുണ്ടിട്ടുകൊണ്ട് കള്ളുഷാപ്പിൽ കയറുന്ന വലിയൊരു മാന്യനെ പോലെ തന്നെ ഈ നിക്കോദമസും യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ചില ചോദ്യം ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അവിടെ ഒരു സത്യാന്വേഷിയാണ് ഞാൻ എന്നൊരു തോന്നൽ, കാര്യങ്ങളെല്ലാം അറിഞ്ഞ് എനിക്ക് ഗ്രഹിക്കണം, മനസ്സിലാക്കണമെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു തോന്നലുണ്ടാക്കണം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലെല്ലാം അവിടെ പ്രധാനപ്പെട്ട ഒരു വർഗം തന്നെയാണ് ഈ പരീശന്മാരെന്ന് പറയുന്നത്. ദേവാലയമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്നതിൽ പ്രധാനികളാണ്. അവരിൽ കൂടെ മാത്രമേ ഇവിടെ ദൈവനാമം മഹത്വപ്പെടുകയുള്ളൂ, അവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ വിവരമുള്ളൂ, ദൈവത്തെക്കുറിച്ചുള്ള വിവരമുള്ളൂ. അപ്പോൾ ആ ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടിയിട്ട് എന്നിൽ കൂടെയാണ് എല്ലാ കാര്യവും നടക്കുന്നതെന്ന് ചിന്തിച്ച് സംസാരിച്ചു കൊണ്ടും പ്രവർത്തിച്ചു കൊണ്ടും ഇരിക്കുന്ന കപടഭക്തിക്കാരിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ പരീശനായ നിക്കോദമസ്. കഴിവുള്ള മനുഷ്യനായിരിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല, നമ്മൾ ആരെയും തുച്ഛീകരിച്ച് കാണേണ്ട കാര്യമില്ല. കഴിവുള്ള ആളാണ്, വേദശാസ്ത്രം അറിയാവുന്ന ആളാണ്, സമൂഹത്തിൽ നല്ല മാന്യതയുള്ള ആളാണ്. ഇതിലൊന്നും നമ്മൾ മോശമായിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ ഇവിടെ യേശുവിനോട് ചോദിക്കുന്നത് ആർക്ക് ദൈവരാജ്യത്തിൽ കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു സംശയമായിട്ട് അവിടെ വന്നിരിക്കുന്നത്. ഇതിൽ വേദോസ്തത്തിൽ തന്നെ നമ്മൾ വായിച്ചു കേട്ടതാണ്. നിക്കോദമസ് എന്ന പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്നു, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നമ്മൾ തമ്മിലൊരു ആലോചനയൊക്കെ നടത്തിയപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനെന്നുള്ള നിലയ്ക്ക് നീ ദൈവത്തിൻ്റെ അടുത്തുനിന്ന് വന്നതാണ്, അതിലൊട്ടും മാറ്റമില്ല. അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഈ മറ്റുള്ളവരെ ഒന്ന് പുകമറ സൃഷ്ടിച്ച് പൂശി എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടുന്ന ഒരു സംസാര രീതിയാണ് ഈ നിക്കോദമസ് അവിടെ എടുത്തിട്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നീ രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്, ദൈവവചനം ഘോഷിക്കുന്നുണ്ട്, എന്തെല്ലാം അതിശയങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവം നിന്നോട് കൂടെ ഉണ്ട്. അപ്പോൾ ഈ അടയാളങ്ങൾ ചെയ്യാൻ ആർക്കും കഴിയില്ല. യേശു അവനോട് ഒറ്റ വാക്കിൽ തന്നെ പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ഒരുപാട് ഇൻട്രൊഡക്ഷനൊന്നും ഇങ്ങോട്ട് വേണ്ട. നിന്റെ ഭാഗത്തുള്ള ഒരു കുറവാണ് ഞാൻ പറയുന്നത്. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. പുരോഹിതനായതുകൊണ്ടോ മഹാപുരോഹിതനായതുകൊണ്ടോ പരീശനായതുകൊണ്ടോ ഒന്നും ഒരു നിവൃത്തിയില്ല. പക്ഷേ പുതുതായി നീ ജനിക്കണം, നീ വീണ്ടും ജനിക്കണം എന്നുള്ള ഒരു വാക്ക് യേശുക്രിസ്തു ആദ്യമേ തന്നെ പറയുകയാണ്. ആ പറഞ്ഞപ്പോഴാണ് വീണ്ടും ഈ നിക്കോദമസിന്റെ മനസ്സിനകത്തിരിക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ചില ചിന്തകൾ, ചില ആഗ്രഹങ്ങൾ പുറത്തു വരുന്നത്. അതെങ്ങനെയാണ് വീണ്ടും ഞാൻ ജനിക്കുന്നത്? ഞാൻ വൃദ്ധനായ ശേഷം, ഞാനിപ്പോൾ നല്ല വയസ്സായി, എനിക്ക് നല്ല പ്രായമുണ്ട്, ഞാൻ ഇനി ഒന്നേന്ന് അമ്മയുടെ ഉദരത്തിൽ കടന്ന് എങ്ങനെ ജനിക്കും? സാധ്യമല്ല എന്നുള്ള കാര്യമാണ് ഈ നിക്കോദമസ് ചോദിച്ച വെറും ഭോഷത്തരമാണ്. എന്നാൽ പോലും യേശുക്രിസ്തു അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുത്തു എന്നുള്ളതാണ്. മാനുഷികമായിട്ട് വളരെ മോശമായിട്ട് നമ്മൾ ചിന്തിച്ചാലും
അസംഭാവ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചാലും പറഞ്ഞാലും അവിടെയെല്ലാം ദൈവം അത് കേൾക്കുന്നു, അതിന് കൃത്യമായിട്ടുള്ള ഉത്തരവും തരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കണമെന്ന് യേശു പറഞ്ഞില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പറയുകയാണ്. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം, അതാണ് വീണ്ടും ജനിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് യേശു സ്പഷ്ടമായിട്ട് നിക്കോദോമസിനോട് പറയുന്നു. ഈ നിക്കോദോമസ് അപ്പോൾ വീണ്ടും ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ പുതുതായി ജനിക്കണം എന്ന് പറയുക നിങ്ങൾ ആശ്ചര്യപ്പെടുന്നു എന്ന് തുടങ്ങിയതിന് ശേഷം പറയുന്നത് കാറ്റ് ഇഷ്ടമുള്ളിടത്തേട്ട് ഊതുകയാണ്, ഇന്ന ഭാഗത്തേക്കൊന്നില്ല. ആ ഇഷ്ടമുള്ളിടത്തേക്ക് എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം നമ്മളിവിടെ സാങ്കേതിക വിദ്യ വളരെയധികം പുരോഗമിച്ചിരിക്കുകയാണ്. കാലാവസ്ഥാ നിരീക്ഷണം എന്നൊക്കെ പറയുന്നത് വളരെ കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയുന്ന തരത്തിലായിട്ടുണ്ട്. എന്നാൽ പോലും കാറ്റ് വീശുന്ന കാറ്റിനെ ഒന്ന് മാറ്റിവിടാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിലെ ഒരു പണ്ഡിതന്മാർക്കും ഇതുവരെ സാധ്യമായിട്ടില്ല. ചെറിയ കാറ്റാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ വെച്ച് വല്ലതൊക്കെ മറയ്ക്കാം. പക്ഷേ കൊടുങ്കാറ്റും പർവ്വതങ്ങളെ ഇളക്കി കളയുന്ന തരത്തിലുള്ള മലകളെ മാറ്റുന്ന തരത്തിലുള്ള കാറ്റുകൾ വന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് അല്ലെങ്കിൽ 1-2 മാസങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പർവ്വതങ്ങൾ ഇടിഞ്ഞ് തകർന്ന് വെള്ളത്തിലെ കുത്തൊഴുക്കില് ജനങ്ങളോടൊപ്പം 3 നില കെട്ടിടങ്ങളോടൊപ്പം എത്ര ഉറപ്പുള്ളതായിട്ട് അവർക്ക് ചെയ്യാമോ ആ കഴിഞ്ഞ കെട്ടിടങ്ങളെ എല്ലാം തകർത്ത് കൊണ്ടുവരുന്ന കാറ്റും മഴയും പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ടോ? എത്രത്തോളം വികസിച്ച രാഷ്ട്രമാണ്. ചൊവ്വയിൽ പോയി താമസിക്കാൻ കൂട് കെട്ടിക്കൊണ്ടിരിക്കുന്നു. അത് തയ്യാറാക്കി വെച്ചിട്ട് അവിടെ ഒരു വീട് ഉണ്ടാക്കിയാൽ മാത്രം മതി. അവിടെ സെയിൽസിന് വേണ്ടിയിട്ട് ചന്ദ്രനിൽ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. തുടങ്ങി ഒരുപാട് മാറ്റങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഒരു കാറ്റിനെ ഒന്ന് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധ്യമുണ്ടോ? യേശുക്രിസ്തു അവിടെ വ്യക്തമായിട്ട് പറയുന്നു, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു. അങ്ങനെ ഊതിയ ഒരു കാറ്റിനെയാണ് യേശുക്രിസ്തു ആടി ഉലഞ്ഞ പടകിലിരുന്നുകൊണ്ട് കാറ്റേ നില്ല്, കടലേ നില്ല് എന്ന് പറഞ്ഞ് ശാന്തമാകാൻ കൽപ്പിച്ചു. അപ്പോൾ അതിന് ശാന്തത വരുത്താൻ ക്രിസ്തുവിന് മാത്രമേ സാധ്യമുള്ളൂ എന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്, പഠിച്ചതാണ്. അപ്പോൾ എത്ര വലിയ കൊടുങ്കാറ്റായിരുന്നാലും ശരി, എത്ര ശക്തിയേറിയ തിരമാലകളായിരുന്നാലും ശരി, അതിനെ പിടിച്ചു നിർത്താൻ ദൈവത്തിൻ്റെ ആത്മാവിന്, ദൈവത്തിൻ്റെ വാക്കുകൾക്ക്, ദൈവത്തിൻ്റെ കൈക്ക് ശക്തിയുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. കാരണം കൈ കാണിച്ചാൽ മതി രോഗികൾ സൗഖ്യമാകും. നിഴല് തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പോയപ്പോൾ പോലും. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇവിടെ കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും ആരും അറിയുന്നില്ല. ആത്മാവിൽ ജനിച്ചവൻ അതുപോലെ ആകുന്നു. അപ്പോൾ ആത്മാവിൽ ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ജനിച്ചവൻ അതുപോലെയാണ്. കാരണം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കാനുള്ള, പ്രാർത്ഥിക്കാനുള്ള, പാട്ടുപാടാനുള്ള, ദൈവവചനം കേൾക്കാനുള്ള, ദൈവവചനം പറയാനുള്ള, അനുഭവിക്കാനുള്ള യോഗ്യത ദൈവം തന്നിരിക്കുന്നുവെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ പുതുതായി ജനിച്ചില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ കടക്കാൻ സാധ്യമല്ല എന്ന് വേദപുസ്തകത്തിലൂടെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പുതുതായി ജനിക്കണം. അപ്പോൾ പുതുതായി ജനിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചിന്താക്കുഴപ്പം വന്നത്, ഇവിടെ യഹൂദന്മാരുടെ മതത്തിൽ പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, പാവപ്പെട്ടവർക്ക് സംഭാവന ചെയ്യുക, പിന്നെ വീടില്ലെങ്കിൽ വീട് കെട്ടിക്കൊടുക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നന്മ പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിന് അവകാശമുണ്ട് എന്നുള്ള ഒരു തത്വ രീതിയായിരുന്നു യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രിസ്തുവിൻ്റെ ആലോചനയിൽ, അല്ലെങ്കിൽ ക്രിസ്തു മതവും തമ്മിൽ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ക്രിസ്തു മതം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. വീണ്ടും ജനിക്കുക എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ വീണ്ടും ജനിക്കണം, അത് ആത്മാവിനാലും വെള്ളത്താലും തന്നെ ജനിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പരീശന്മാരെ കുറിച്ച് പറയുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പരീശന്റെ പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുക, പരീശന്റെ പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുക. ഇന്നും നമ്മുടെ ഇടയിൽ വളരെ വ്യക്തമാക്കി കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു വസ്തുതയാണ് പരീശന്റെ പുളിച്ച മാവിനെ കുറിച്ച്. കാരണം പുളിച്ച മാവെന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള ഒരു രൂപമല്ലാതെ തരുന്നത്. ഇന്ന് പുളിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അടുത്ത ദിവസം പുളിക്കും, അതിൻ്റെ അടുത്ത ദിവസം പുളിച്ച് ചീത്തയായി പോകുന്ന തരത്തിലുള്ള ദൈവവചനം അങ്ങനെയല്ല. ദൈവവചനം എല്ലാ സമയത്തും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുന്ന രൂപത്തിൽ മനുഷ്യൻ്റെ അന്തരിന്ദ്രിയങ്ങളിൽ തുളച്ചു ചെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ദൈവവചനം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പരീശന്റെ
പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ ഇന്നും നമുക്ക് അത്തരത്തിലുള്ള പുളിച്ച മാവിൻ്റെ അനുഭവങ്ങൾ ലഭിക്കുന്നുണ്ട്. പല ദേവാലയങ്ങളിൽ പല ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർ ചില സമയത്ത് ഈ പറഞ്ഞ പരീശൻ്റെ തന്നെ പുളിച്ച മാവ് ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ, ക്രിസ്തു സൂചിപ്പിച്ചതുപോലെ ഈ പുളിച്ച മാവ് വെച്ചാണ് ഇപ്പോൾ ഇവിടെ കച്ചവടം നടത്തുന്നതെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. പുരുഷമനുഷ്യന് വേറെ നിവൃത്തിയില്ല. ആ പുളിച്ച മാവിൻ്റെ അനുഭവം തന്നെ ഇവിടെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ടിയിരിക്കുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ജനിക്കണം, ആത്മാവിലും വെള്ളത്തിലും ജനിക്കണമെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. അപ്പത്തിൻ്റെ കാരണം കൊണ്ട് ആണ് നിങ്ങളെങ്ങനെ എന്നെ അന്വേഷിച്ചതെന്ന് 16-ാം അധ്യായത്തിൻ്റെ മത്തായി 16-ാം അധ്യായത്തിൻ്റെ 12 കാരണം ഈ പുളിച്ച മാവിൻ്റെ ഉപമ പറഞ്ഞപ്പോഴേക്കും ശിഷ്യന്മാർ തമ്മിൽ തന്നെ അങ്ങനെ ഒരു സംസാരം ഉണ്ടായി. നേരത്തെ ഉള്ള അപ്പം, ആ അപ്പവുമായിട്ട് ബന്ധപ്പെട്ട് അതിങ്ങ് കൊണ്ടുവരാത്തതുകൊണ്ടാണ് ക്രിസ്തു ഇങ്ങനെ പറഞ്ഞത് എന്ന്. അപ്പോൾ പറയുന്ന വചനങ്ങൾ, വാക്കുകൾ എന്താണെന്ന് ബോധ്യപ്പെടാതെയോ മനസ്സിലാക്കാതെയോ, ഒരു പക്ഷേ ബോധ്യപ്പെട്ടില്ല, മനസ്സിലായില്ല എങ്കിലും അത് മറ്റാരോടെങ്കിലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതിനുള്ള ഒരു താല്പര്യം ആർക്കും ഇല്ലാതെ പോകുന്നു. നമ്മളിപ്പം പള്ളിയിൽ വരുന്നു, പ്രസംഗിക്കുന്നു, പാട്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ പ്രസംഗം കേൾക്കുന്നു, ഇതൊക്കെയാണ് ശരി. പക്ഷേ ആ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ദൈവജനത്തെക്കുറിച്ചുള്ള ഒരു സംശയം വന്നു എന്ന് വിചാരിക്കുക. ഇവിടെ എത്യോപ്യനായ ഷണ്ണൻ വളരെ മാഹാത്മ്യമുള്ള ആളാണ്, വളരെ അധികാരത്തിലിരിക്കുന്ന ആളാണ്. ഒരു മടിയും കാണിച്ചില്ല. എനിക്ക് വേദവചനത്തെക്കുറിച്ച് പറഞ്ഞു തന്നില്ല എന്നുണ്ടെങ്കിൽ, അതിനെ അപഗ്രഥിച്ച് മനസ്സിലാക്കി തന്നില്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ പൊരുൾ തിരിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ ബൈബിൾ ഇങ്ങനെ വായിക്കുന്നു, കേൾക്കുന്നു എന്നതിൽ കവിഞ്ഞ് അതിൻ്റെ പൊരുളാണ് അതിൻ്റെ ക്രിസ്തു എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അതിനകത്തുള്ളത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആത്മാവിലും ജലത്താലുമുള്ള സ്നാനം. അപ്പോൾ ആ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് എനിക്ക് അതിൻ്റെ പൊരുൾ തിരിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് മനസ്സിലാക്കും എന്ന് ഷണ്ണൻ വേദനയോടുകൂടി, വിഷമത്തോടുകൂടി തന്നെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് പൊരുൾ തിരിച്ച് പറഞ്ഞു കൊടുക്കുന്നു, മനസ്സിലാക്കി കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഈ ഓടിപ്പോകുന്നതിൻ്റെ ഇടയ്ക്കും ഈ ഷണ്ണനൊരു വെപ്രാളമാണ്. ഞാൻ ദൈവത്തോട് എങ്ങനെ അടുത്ത് ചേരാം. ഓടിപ്പോകുന്ന സമയത്താണ് വഴിവെക്കിൽ ഒരിടത്ത് വെള്ളം കിടക്കുന്നു. പെട്ടെന്ന് പറയുകയാണ്, ഇതാ ഇവിടെ ജലം, എനിക്ക് സ്നാനമേൽക്കുന്നതിന് എന്ത് തടസ്സം? നമ്മുടെ കാര്യങ്ങളെല്ലാം ഇപ്പം അനുകൂലമായിട്ട് വന്നിരിക്കുന്നു. ദൈവവചനം ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നു. എന്നെ സ്നാനപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ദൈവദൂതനെ പോലെ ഒരാളിനെ കൂടി തന്നിരിക്കുന്നു. ഞാൻ മനസ്സ് തുറന്ന് സ്നാനമേൽക്കാൻ പോകുന്നു. ഇതിനെല്ലാം പുറമേ തന്നെ വെള്ളവും ഉണ്ട് ഇവിടെ. ഇനി എന്താണ് തടസ്സം? ഒരു തടസ്സവും ഇല്ല. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ ദൈവത്തോട് നമുക്ക് ചോദിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുമെന്ന കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ഓർമ്മിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ സ്നാനമേറ്റ ആ ഷണ്ണൻ എത്ര സന്തോഷത്തോടു കൂടിയായിരിക്കും പോയതെന്ന് ആലോചിച്ച് നോക്കാം. അവൻ്റെ ജീവിതത്തിലെ ചാരിതാർത്ഥ്യമായ നിമിഷങ്ങൾ ആ സ്നാനത്തെക്കുറിച്ച് വീട്ടിൽ ചെന്ന് പറഞ്ഞ് നാട്ടുകാരെ അറിയിച്ചു. ഇതൊക്കെ അവിടെ നടന്നിരിക്കില്ലേ? കാരണം നഷ്ടപ്പെട്ടു പോയി ആ ഒരു ദ്രഹ്മ തിരിച്ചു കിട്ടിയപ്പോഴേക്കും ചുറ്റുപാടുള്ള എല്ലാവരോടും പറഞ്ഞ് സന്തോഷിച്ചതുപോലെ തന്നെ എനിക്കില്ലാതിരുന്ന ഒരു സാധനം കിട്ടിയപ്പോൾ, ദൈവനാമത്തിൽ സ്നാനം ഏൽക്കുന്നതിന് ഒരു ഭാഗ്യം കിട്ടിയപ്പോൾ അതെല്ലാവരോടും പറഞ്ഞ് അതിൻ്റെ സന്തോഷം ഉൾക്കൊണ്ട ആ മനുഷ്യനെ പോലെ നമ്മളും അതായി തീരണം എന്നുള്ളതാണ്. അപ്പോൾ ഈ കപടഭക്തിക്കാരായ പരീശന്മാരുടെ പുളിച്ച മാവിനെക്കുറിച്ച് ചിന്തിച്ചുകൊള്ളി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പല രാഷ്ട്രീയ കക്ഷികളും വരും. പലതും പറയും, പല മോഹന വാഗ്ദാനങ്ങളും പറയും. കന്യാമാതാവിൻ്റെ തലയ്ക്ക് ഒരു കിരീടം അണിയിച്ചു തരാം, സ്വർണ്ണ കിരീടം, അതും കൊണ്ടു കൊടുക്കും. എല്ലാ ക്രിസ്മസിനും കേക്ക് തരാം, അതും കൊടുക്കും. പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും ഓരോ ഹിറ്റ് അരിയും പലവ്യഞ്ജന സാധനങ്ങളൊക്കെ കൊടുക്കാം. കാരണം നിങ്ങളുടെ സന്തോഷമല്ലേ, നമ്മളും അതിൽ ചേരുന്നു. അവിടെ എല്ലാം ആ പുളിച്ച മാവിനെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക. അതിനകത്ത് ഏതോ ഒരു ചതിപ്രയോഗം കൂടെ ഉണ്ട്. ആർക്കും ആ സ്നേഹം കൊണ്ടൊന്നുമല്ല. ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ 2 കന്യാസ്ത്രീമാർ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാൽ പറയട്ടെ, അവർക്ക് ആവശ്യമുള്ളത് പറയട്ടെ, അവർക്ക് സംസാര സ്വാതന്ത്ര്യം ഇന്ത്യ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നതിന് പകരം വല്ല ബലിഭൂയിഷ്ടമായ കരങ്ങളുള്ള ശരീരവടിവുള്ള ഒരു സ്ത്രീ വന്ന് അവരെ മർദ്ദിച്ച് കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ അതൊന്നും അവർ പുറത്ത് പറയുന്നില്ല. അവരുടെ ആംഗ്യ ഭാഷ നമ്മൾ പലപ്പോഴും പല തവണ TV യിൽ കണ്ടതാണ്. ആ
ഒരു പയ്യനെ പിടിച്ചുകൊണ്ട് വന്ന് അവനോടും ഈ കന്യാസ്ത്രീമാരോടും കാണിച്ച ആ ക്രൂരത എന്താണെന്നുള്ളത്. ഇവിടെ ഗ്രായം സ്റ്റെയിൻസിൻ്റെ കാര്യം നമുക്കറിയാം. എന്താണ് സംഭവിച്ചത്? ചുട്ടു കൊന്നു കളഞ്ഞു. ആരുണ്ടായിരുന്നു ചോദിക്കാനായിട്ട്? കുറച്ച് ക്രിസ്ത്യാനികൾ ഇവിടെ വിഷമത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ഒരു ജാഥ നടത്തുകയും വാമൂടിക്കെട്ടി ഒരു പ്രകടനം നടത്തുകയും ചെയ്തതല്ലാതെ അത് കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വീണ്ടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഭരണകർത്താക്കളോ പിടിച്ചിട്ടതിന് ശേഷം ഒരു വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ഒരു സ്ട്രോ ചോദിച്ചിട്ട് പോലും അത് നിയമത്തിന് പുറത്ത് നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞ് അത് കോടതിയിൽ പോയി സ്ട്രോ കൊടുക്കുന്നതിനുള്ള, കാരണം 2 കൈയുമില്ല വെള്ളം കുടിക്കാനായിട്ട്, അതിൻ്റെ അനുവാദം വാങ്ങിച്ച് വന്നപ്പോഴേക്കും സ്ട്രോയും കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അതാണ് നമ്മുടെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ ഈ പറഞ്ഞ പുളിച്ച മാവ് ഇപ്പോഴും ഉണ്ടെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ആ പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളുക. നമ്മൾ കാണാത്ത രൂപത്തിൽ, നമ്മൾ അറിയാത്ത രൂപത്തിൽ നമ്മളെ ചുറ്റി വരിഞ്ഞ് മുറുക്കുകയാണ് ഈ പുളിച്ച മാവ് എന്ന് ക്രിസ്തു നമ്മോട് എടുത്ത് സൂചിപ്പിക്കുകയാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അവിടെ ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ജീവിക്കുന്നു. ഈ സ്നാനത്താൽ ഉണ്ടാകുന്ന എന്താണ്? ഉയരത്തിൽ നിന്നുള്ള ജനനം, അല്ലെങ്കിൽ ഒരു ജല സ്നാനം ആണ്, അല്ലെങ്കിൽ ഒരു സ്നാനമാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. ഉയരത്തിൽ നിന്നുള്ള ഒരു സ്നാനം, ക്രിസ്തു നമുക്ക് തരുന്ന, നമുക്ക് അവകാശമാക്കിയിട്ട് തന്നിട്ടുള്ള ഒരു സ്നാനം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക. കൊലോസ്യർ 2-ാം അധ്യായത്തിൻ്റെ 12-ലും 3-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളിലും അത് സൂചിപ്പിക്കുന്നുണ്ട്. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ ജനിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് സ്നാനത്തിൽ നടത്തപ്പെടുന്നത്. യേശുക്രിസ്തു സ്നാനമേൽക്കാൻ പോയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന രൂപത്തിൽ യേശുക്രിസ്തുവിൻ്റെ മേൽ വന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് എന്ന് വലിയൊരു പ്രഖ്യാപനം കൂടെ അവിടെ നടത്തിയെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് പല രൂപത്തിൽ നമ്മുടെ ഇടയിൽ വരുന്നു. ഇവിടെ പ്രാവെന്ന രൂപത്തിൽ വന്നു. ആ സ്നാനമേൽക്കുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ സ്നാനമാണ് നമുക്കറിയാവുന്നതിൽ ഏറ്റവും പ്രഗത്ഭമായ, ഏറ്റവും മനോഹരമായ, നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത നമ്മുടെ വിശ്വാസത്തിലുള്ള സ്നാനം. കാരണം അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ, സമാധാനത്തിൻ്റെ ചിഹ്നമായ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ ശരീരത്തിലോട്ട് ഇറങ്ങി വന്നു, ശരീരത്തോട് ചേർന്നു എന്ന കാര്യം. ആ സ്നേഹമാണ് ക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി ഒഴുക്കിത്തന്നതെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ആ ഉയരത്തിൽ നിന്നുള്ള ആ ഒരു ജനനം, സ്നാനവും നമ്മോടൊപ്പം ഉൾക്കൊണ്ട് കഴിയുമ്പോൾ അത് ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ അടയാളമാണ് വിശുദ്ധ സ്നാനം എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. നമ്മളൊരു സ്നാനപ്പെടുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ഒരു സിമ്പൽ, ഒരു അടയാളമാണ്. വളരെ നിസ്സാരമായിട്ട് ഒരിക്കലും അതിനെ ഉൾക്കൊള്ളരുത് എന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. അത് ചെറിയൊരു കാര്യമല്ല. ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരവസ്ഥ, ക്രിസ്തുവിനോടുകൂടെ ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിനുള്ള ഒരു അവകാശം ഈ സ്നാനത്തിലൂടെ ലഭിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. യഹൂദന്മാർ അവർ ഈ സ്നാനം അല്ലെങ്കിൽ അതിൻ്റെ വൃത്തിയാക്കൽ എന്നുള്ള ആ ഒരു രൂപത്തിൽ പറയുമ്പോൾ അവർ വേദപുസ്തകത്തിൽ അവർ അവരുടെ കിണ്ടികിണ്ണങ്ങൾ വൃത്തിയാക്കുന്നു. അവരുടെ ഉള്ള് കരിക്കട്ട പോലെ ഇരിക്കുന്നു. പാത്രങ്ങൾ, തുണി, മേശ, കട്ടിൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ വളരെ മോടി പിടിപ്പിച്ച് വയ്ക്കുന്നു. പക്ഷേ അതിനകത്ത് കാര്യമില്ല. ഒരു ഗസ്റ്റ് വരുമ്പോൾ അവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട് വളരെ മനോഹരമാണ്, എൻ്റെ ഫർണിച്ചറെല്ലാം വളരെ മികച്ചതാണ്, ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും നല്ല മേശരി ചെയ്തതാണ് തുടങ്ങി ഏറ്റവും നല്ല മോഡിയായിട്ട് ആയിക്കൊള്ളട്ടെ. പക്ഷെ അതല്ല വേദപുസ്തകം പറയുന്നത്. ആ കിണ്ടികിണ്ണങ്ങൾ വെളിപ്പാക്കുന്നതിനോടൊപ്പം നിന്റെ അകത്ത മനുഷ്യനെ കൂടെ നീ വെളിപ്പാക്കണം. അകത്തൊരാൾ ഇരിപ്പുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഉൾക്കൊള്ളാൻ വേണ്ടി പര്യാപ്തമായിട്ടുള്ള ഒരു ആത്മാവ് നിൻ്റെ ഉള്ളിലുണ്ട്. അതിനെ കൂടെ വൃത്തിയാക്കണം. അത് വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ അതിനെ വെള്ളം കൊണ്ട്, ജലസ്നാനം കൊണ്ട്, ആത്മാവ് കൊണ്ട് അതിനെ കഴുകി വൃത്തിയാക്കണമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകൻ്റെ മുമ്പാകെ ചെന്നിട്ട് സ്നാനമേൽക്കാൻ തയ്യാറാകുന്നു. അപ്പോൾ യേശുക്രിസ്തു പാപിയായതുകൊണ്ടാണോ സ്നാനമേറ്റത് എന്നുള്ളൊരു ചോദ്യം പല ഭാഗത്തും ഉണ്ടാകാറുണ്ട്. യേശുക്രിസ്തു പാപിയായതുകൊണ്ടല്ല അവിടെ സ്നാനമേറ്റത്. യേശുക്രിസ്തുവിന് അവിടെ സ്നാനമേൽക്കുന്നതിന് മനുഷ്യൻ്റെ അതേ രൂപത്തിൽ, മനുഷ്യൻ എങ്ങനെ സ്നാനപ്പെടുന്നു, സാധാരണ മനുഷ്യനെ പോലെയായിട്ട് അവൻ ദേവാലയത്തിൽ പോയി സ്നാനപ്പെടണം എന്നുള്ളത് ബാക്കിയുള്ള എല്ലാ ജനങ്ങൾക്കും കൊടുത്തിട്ടുള്ള, എല്ലാ യഹൂദന്മാർക്കും കൊടുത്തിട്ടുള്ള കൽപ്പന അതായതുകൊണ്ട്
അതുപോലെ തന്നെ സ്നാനപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തുവും യോഹന്നാൻ സ്നാപകന്റെ മുമ്പിൽ പോയത്. അത് പ്രത്യേകം ഓർമ്മിക്കുക. കാരണം അവിടെ അതിലൊരു വ്യത്യാസം വരുത്താൻ പാടില്ല. എനിക്ക് സ്നാനം വേണ്ട, ഞാൻ പള്ളിയിലെ പുരോഹിതനായതുകൊണ്ട് എനിക്ക് സ്നാനം വേണ്ട, ഞാൻ കപ്പ്യാരായതുകൊണ്ട് എനിക്ക് സ്നാനം വേണ്ട, ഞാൻ ഡീക്കനായതുകൊണ്ട് എനിക്ക് സ്നാനം വേണ്ട, ബാക്കിയുള്ള എല്ലാവരും സ്നാനപ്പെട്ടുകൊള്ളണം. അതല്ല, എല്ലാവർക്കും തുല്യമായ അവകാശമാണ് സ്നാനത്തിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. കാരണം ആത്മാവിലും വെള്ളത്തിലും സ്നാനമേറ്റില്ല എന്നുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ എത്ര ഉന്നതനായിരുന്നാലും ശരി, എത്ര ഔന്നത്യത്തിലിരിക്കുന്ന അധികാരത്തിലിരിക്കുന്ന വ്യക്തിയായിരുന്നാലും ശരി, സാധ്യമല്ല എന്ന് വേദവസ്തം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യോഹന്നാൻ സ്നാപകന്റെ 3-ാം അധ്യായത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്നാനമേൽക്കുക എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മുടെ പുരോഹിതൻ വന്നിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരുന്നു, അതിനെ പ്രാർത്ഥിച്ച് ആശീർവദിച്ചതിന് ശേഷം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു, ദൈവത്തിൻ്റെ സഭയോടുകൂടി നിന്നെ ചേർത്ത് കൊള്ളുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു അവകാശം കൂടെ തരുന്നു പ്രത്യേകമായിട്ട്. കാരണം 2 തരത്തിലുള്ള അവകാശം അവിടെ കിട്ടുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ സഭയോടുകൂടി ചേരുന്നു. അതൊന്ന്, മാനുഷികമായിട്ട് ഈ ഭൂമിയിലുള്ള സഭാ വിഭാഗത്തിൽ നിന്നെ അംഗമാക്കുന്നു. നീ വേറൊരാളല്ല, നീ ഈ ക്രിസ്തീയ സഭയിലുള്ള അംഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇരട്ട അംഗത്വമാണ്. ഒന്ന്, ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തോടൊപ്പം ഉള്ള ഒരു അംഗത്വം. രണ്ടാമത്, മാനുഷികമായിട്ട് ഈ ലോകത്തിലുള്ള സഭയിൽ അവരോടൊപ്പം ചേർന്ന് പാടുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു അവകാശം കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ഇരട്ട പദവിയാണ് ഒരു സ്നാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്നാനം ആണ് യോഹന്നാൻ അവിടെ വിഭാവനം ചെയ്തത്, പറഞ്ഞത്. ആ ഒരു വിപ്ലവ ആവേശം യോഹന്നാൻ കൊടുത്തു. കാരണം യോഹന്നാൻ്റെ ആഹാര രീതി, താമസ രീതി, പ്രവർത്തന രീതി എല്ലാം സാധാരണ യഹൂദന്മാരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ്, അരയിലൊരു തോൽവാർ, യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ നീ അത്തരത്തിൽ തയ്യാറെടുപ്പ് നടത്തി പൊയ്ക്കൊള്ളണം എന്നാണ് പഴയ നിയമഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളത്, പല ഭാഗത്തും ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇനി ആഹാരവും കാട്ടിലെ തേനും വെട്ടുകിളിയും തിന്ന് ഉപജീവനം കഴിക്കുന്നു. അപ്പോൾ റഫായിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് യോഹന്നാൻ ഉണ്ടായിരുന്നത്. ആ യോഹന്നാൻ സ്നാപകനാണ് ലോകത്തിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയത് എന്ന് ഓർമ്മിക്കുക. ആ വ്യക്തിയുടെ മുമ്പിലാണ് യോഹന്നാൻ സ്നാപകൻ മുട്ടുകുത്തി നിന്നത്. എന്നെ സ്നാനപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്, ഇതാ ഇവിടെ വെള്ളമുണ്ട്, ഇതിനെ സ്നാനപ്പെടുത്തുന്നതിന് എന്താണ് തടസ്സം? ലോകത്തിൻ്റെ സൃഷ്ടാവ് ഒരു മനുഷ്യനോട് തന്നെ ചോദിക്കുകയാണ്. കാരണം ഈ സൃഷ്ടാവ് മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിൽ വന്നിരിക്കുകയാണ്. ആ യോഹന്നാൻ ഒരു എതിർപ്പുമില്ലാതെ തന്നെ യേശുക്രിസ്തുവിനെ അവിടെ സ്നാനപ്പെടുത്തി എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതിനോടൊപ്പം തന്നെ ഒരു ജനനം അല്ലെങ്കിൽ ഒരു ജനത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ കുറച്ച് പേരേ ഉള്ളൂ അവിടെ. അപ്പോൾ അവരെ സ്നാനപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രക്രിയ അവിടെ നടക്കുന്നത്. നോഹയുടെ പെട്ടകത്തിൽ കയറി അല്പജനം, കുറച്ച് പേര്, 8 പേര്, അവർ ഏറ്റവും അവസാനം രക്ഷപ്പെട്ടു വരുന്നു, വെള്ളത്തിലൂടെ രക്ഷപ്പെട്ടു വരുന്നു. ദിവസങ്ങളോളം മഴ പെയ്തു, ഭൂമി നിറഞ്ഞു. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുത്ത, ഇവരെ സംരക്ഷിച്ച് നിർത്തി ഒരു സ്നാനം. ആ സ്നാനം ഭൂമിയെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. ഭൂമിയെ പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ശുദ്ധമായ ആത്മാവുള്ള കുറച്ച് പേരെ മാത്രം, ഒരു 8 പേരെ മാത്രം അവരെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് ഭൂമിയെ ശുദ്ധീകരിച്ച്, ആ ശുദ്ധീകരണത്താൽ ഭൂമി സൗന്ദര്യമുള്ളതായി തീർന്ന് വീണ്ടും മനോഹരമായി തീർന്നു. പക്ഷെ വീണ്ടും അവിടെ മനുഷ്യൻ സദാകാലവും തെറ്റ് ചെയ്യുന്നവനാണ്, അവൻ്റെ മനസ്സെപ്പോഴും തെറ്റിനോടുകൂടി അടുത്തിരിക്കുന്നു എന്ന് വേദോസ്തം പറയുന്നത് പോലെ തന്നെ അവൻ വീണ്ടും പാപം ചെയ്ത് ദൈവ തേജസ്സിന് അർഹതയില്ലാത്തവരായിട്ട് തീർന്നു എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക. അപ്പോൾ അവിടെ ഒരു പൊതുജനനം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അവിടെ ഭൂമിയെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടൊരു ജലപ്രളയം, ആ ജലപ്രളയത്തിലൂടെ ഭൂമിയെ ശുദ്ധീകരിച്ച് രണ്ടാമത് ഒരു സ്നാനവും അവിടെ കൊടുക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ചെങ്കടലിലൂടെ പ്രയാണം ചെയ്യുമ്പോൾ ഫറവോൻ്റെ സൈന്യം തൊട്ട് പുറകെ വരുന്നുണ്ട്. ജനങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്നു. അപ്പുറം ഇപ്പുറം കടലാണ്, എപ്പോഴും വേണമെങ്കിലും മൂടിക്കളയാമെന്നുള്ള ഭീതി അവരുടെ മനസ്സിനകത്തുണ്ട്. പക്ഷെ അവരെ സന്തോഷത്തോടു കൂടി ചെങ്കടലിൻ്റെ പുറത്ത് എത്തിച്ചതിന് ശേഷം ബാക്കിയുള്ള ഈ ജനങ്ങളെ മുഴുവനും മൂടിക്കളയുന്നതിന് വേണ്ടി വെള്ളത്തെ രണ്ടും തമ്മിൽ ഒരുമിപ്പിച്ച്
ഒരുമിച്ച് ചേർത്ത് ഫറവോൻ്റെ സൈന്യത്തെയും അവൻ്റെ സന്നാഹത്തെയും യുദ്ധത്തിനുള്ള കുതിരകളെയും തേരുകളെയും എല്ലാം മൂടിക്കളഞ്ഞതായിട്ട് പറയുന്നു. വെള്ളം കൊണ്ട് മൂടിക്കളഞ്ഞു. അപ്പോൾ ഒരു കാലത്ത് നിനക്കിനി ഈ ഫറവോനെ പേടിക്കണ്ട എന്ന് ദൈവം അവിടെ ഒരു ആശ്വാസവചനം കൊടുക്കുന്നു. സുരക്ഷിതമായിട്ടുള്ള ഒരു സൗകര്യം അവിടെയും ശുദ്ധീകരിച്ച് ജനങ്ങളെ വേർതിരിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ ശാശ്വതമായിട്ടുള്ള ഒരു വിമോചനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഇന്നത്തെ പാഠഭാഗത്തിൽ പറഞ്ഞ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനം, ശാശ്വതമായ ഒരു സ്വതന്ത്രമായ ഒരു അവസ്ഥ അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മാവിനാൽ ജനിക്കണം. അതിന് ഭൗതികപരമായിട്ട് സ്നാനപ്പെട്ട് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയി തീർന്നാൽ മാത്രമേ നമ്മുടെ പാപങ്ങൾ എല്ലാം വെടിഞ്ഞതിന് ശേഷം നിത്യജീവന് അവകാശിയായി തീരാൻ സാധിക്കൂ. അപ്പോൾ നിക്കോദോമസിനോട് പറഞ്ഞതുപോലെ തന്നെ നീ വീണ്ടും ജനിക്കണം. അതേ വാക്ക് തന്നെ നമ്മോടും പറയുന്നു. അതിനകത്ത് ഒഴികഴിവുകളൊന്നുമില്ല. നീ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ചാൽ മാത്രമേ നിനക്ക് നിത്യജീവനെ അവകാശിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ നിക്കോദോമസിന് അത് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കണം. കാരണം ഒരു മറുപടിയും പിന്നെ നിക്കോദോമസ് സംസാരിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ നിക്കോദോമസ് സർവശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് എങ്കിലും ദുർതർക്കങ്ങളും ബാലിശമായിട്ടുള്ള ചിന്താഗതികളും ഉള്ളതുകൊണ്ട് പുറംതെറ്റിപ്പോയി എന്നുള്ളതാണ്. നമുക്കും അതേപോലെയുള്ള വീഴ്ചകൾ പലപ്പോഴും ഉണ്ടാകാം. പക്ഷെ നമ്മളെപ്പോഴും ക്രിസ്തുവിൽ അടിയുറച്ചുകൊണ്ട് ഒരു പൊതുജീവിതത്തിന് വേണ്ടി, ഒരു പുതിയ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നിത്യജീവന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു സമയത്തിന് വേണ്ടി അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് അങ്ങടിയങ്ങൾക്ക് ഭാഗ്യത്തെ തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, അടിയങ്ങൾ നിത്യജീവൻ അവകാശിയാകുന്നതിന് വേണ്ടിയിട്ട് അങ്ങ് പറഞ്ഞിട്ടുള്ള സ്നാനം ഏറ്റെടുത്ത് അടിയങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് അടിയങ്ങളുടെ അകത്തെ മനുഷ്യനെ കൂടെ ശുദ്ധീകരിച്ചുകൊണ്ട് അങ്ങയുടെ വരവിൽ ധൈര്യപൂർവ്വം എഴുന്നേറ്റ് നിൽക്കാൻ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടിയങ്ങൾ വിളക്ക് കത്തിച്ചുകൊണ്ട് തുടർന്നും വിളക്ക് കത്തിക്കൊണ്ട് തന്നെ ഇരിക്കുന്നവരാക്കി തീരാൻ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സഭയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും ഓരോ പ്രവർത്തനങ്ങളിലും അങ്ങയുടെ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മഹായിടവക ഇലക്ഷൻ നടക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും ആയിരിക്കുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടക്കുകയാണല്ലോ. ദൈവമേ, ദൈവനാമം പ്രകീർത്തിക്കപ്പെടുന്നതിന് വേണ്ടി, സുവിശേഷീകരണത്തിന് യാതൊരു തടസ്സവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ദൈവമേ, ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർക്ക് യാതൊരു തടസ്സവും ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അവരുടെ കുടുംബങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് അവർ ഏത് സ്ഥലത്തും പോയി പ്രവർത്തിക്കാൻ തയ്യാറെടുത്തിരിക്കുമ്പോൾ ദൈവമേ, അവരോടൊപ്പം അങ്ങയുടെ കൃപയും കാരുണ്യവും ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടപ്പെടുന്ന പുരോഹിതരുണ്ട്, കൊച്ചമ്മമാരുണ്ട്, മറ്റ് അയ്മേനികളുണ്ട്, മറ്റ് സ്റ്റാഫുകളുണ്ട്. ദൈവമേ, എല്ലാവരെയും അങ്ങ് കാണുന്നുണ്ട്, അങ്ങ് അറിയുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ദുഷ്ടപ്രവർത്തനവും ഉണ്ടാകാതെ വണ്ണം അങ്ങ് കാത്ത് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടിയങ്ങൾ ഈ പെരുവഴിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ ദൈവമേ, അങ്ങ് അറിയുന്നുവല്ലോ അടിയങ്ങളുടെ മനസ്സുകൊണ്ട് അങ്ങയോടൊപ്പം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന യാചന. അടിയങ്ങൾക്കൊരു സഭ വേണം. ഇടിച്ചു കളഞ്ഞ സഭയ്ക്ക് പകരം അടിയങ്ങൾക്കൊരു സഭാ മന്ദിരം വേണം. ദൈവമേ, അത് ലഭിക്കുന്നതിന് അടുത്ത് വരുന്ന ഭരണസമിതിക്കോ അതിന് മുമ്പിരിക്കുന്ന ബിഷപ്പിനോ ആർക്കായിരുന്നാലും ശരി അതിൻ്റെ അധികാരവൃന്ദങ്ങൾക്ക് അതിന് വേണ്ടുന്ന മനസ്സ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ മനസ്സുകളെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്നാനത്തിൻ്റെ അനുഭവം, മുകളിൽ നിന്നുള്ള സ്നാനത്തിൻ്റെ അനുഭവം അവർക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ അനുഭവത്തിൻ്റെ പ്രയോജനക്കാരായി ഞങ്ങളും തീരുന്നതിന് അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരെ മിഷണറി വേലയ്ക്ക് വേണ്ടി പോയിരിക്കുന്ന, നാടും വീടും എല്ലാം മറന്ന് പോയിരിക്കുന്ന എത്രയോ ദേവദാസന്മാരുണ്ട് പിതാവേ. പല സ്ഥലങ്ങളിലും ജലപ്രളയവും മഹാമാരിയും നിമിത്തം അവർ കഷ്ടപ്പെടുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാതെ കഷ്ടപ്പെടുമ്പോൾ, ആഹാരം കൊടുക്കാൻ സാധിക്കാതെ കഷ്ടപ്പെടുമ്പോൾ ദൈവമേ, അവരുടെ നിലവിളി കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ അങ്ങ് അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷം പറയുന്നവരുടെ മക്കൾക്ക് യാതൊരു അനർത്ഥവും ഭവിക്കാതെ, യാതൊരു നന്മയ്ക്കും കുറവ് വരാതെ ദൈവമേ, അവരെ പരിപാലിച്ച് പോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തരത്തിലുള്ള ആപത്തുകളോ അപകടങ്ങളോ വാഹനാപകടങ്ങളോ ഒന്നും ഉണ്ടാകാതെ വണ്ണം ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിച്ച് കാത്തുപരിപാലിക്കണം. ക്രിസ്തീയ സ്ഥാപനങ്ങളിൽ നടക്കുന്ന യാതൊരു സംഘടനകൾക്കോ സ്ഥാപനങ്ങൾക്കോ
ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അങ്ങ് അവയെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങ് കൃപയോടുകൂടി കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് തന്നിട്ടുള്ള ഭവനത്തിലേക്ക് പോവുകയാണ് ദൈവമേ. അടുത്ത ആഴ്ചയിൽ അടിയങ്ങൾക്ക് ഒരുമിച്ച് വന്ന് കൂടി വരുവോളം അങ്ങയുടെ സാന്നിധ്യം പകരണം. അടുത്ത ആഴ്ചയിൽ അടിയങ്ങൾക്ക് കൂടുതൽ പേർക്കും ഒരുമിച്ച് ചേർന്ന് വന്ന് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കലുഷിതമായ ഈ അന്തരീക്ഷത്തിൽ അടിയങ്ങൾക്ക് ഇന്ന് പ്രാർത്ഥിക്കുന്നതിന് മഴയില്ലാത്ത ഒരു സാഹചര്യം തന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു. സ്വസ്ഥമായിട്ട് ഇരുന്ന് ആരാധിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം തരണമേ. അതിനുവേണ്ടുന്ന സാഹചര്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഭരണത്തിന് വേണ്ടി ആഗ്രഹിച്ച് എമ്പൽ കൊണ്ടിരിക്കുന്ന ഓരോരുത്തരെ അവരെ അതിനുവേണ്ടി ശക്തീകരിച്ച് എന്താണ് അവർ ചെയ്യാനുള്ളതെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മനസ്സിനകത്ത് ബോധ്യപ്പെട്ടുകൊണ്ട് നിക്കോദമസ് വന്നിട്ട് നിറഞ്ഞ മനസ്സോടുകൂടി തിരിച്ചു പോയതുപോലെ തന്നെ ദൈവമേ ഓരോരുത്തരെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെയും കുറവ് കുറ്റങ്ങളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും തന്ന് അടിയങ്ങളെ പരിപാലിക്കുന്ന വലിയ കൃപയോർത്ത് സ്തുതിക്കുന്നു. ഈ ആഴ്ചയിൽ അധികം നന്മകളാണ് നിറയ്ക്കണം. പരമപിതാവേ, ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയരേഹോവായേ മനസ്സലിയുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലിയുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ.